വെള്ളിയാഴ്ച പെരുന്നാൾ വന്നാൽ ജുമുഅ സംഘടിപ്പിക്കൽ നിർബന്ധമാണ്, ജുമുഅയിൽ പങ്കെടുക്കൽ നിർബന്ധമില്ല. ഇപ്പൊ ഈ വെള്ളിയാഴ്ച വെള്ളിയാഴ്ചക്ക് പെരുന്നാളാണ്, 29 മാസം കാണും, മിക്കവാറും 20 ഉദയുണ്ട്. അപ്പൊ കാണാനാണ് സാധ്യത കൂടുതൽ. അപ്പൊ വെള്ളിയാഴ്ച ജുമുഅ നടക്കണം, പള്ളി കമ്മിറ്റിയെ സംബന്ധിച്ച് ജുമുഅ നടത്തണം. ഖതീബ് ആർക്കും വരാം, ഖതീബ് നിർബന്ധമില്ല, ഖതീബ് ഇവിടെ വന്നാൽ മതി, ഞാൻ തലയിക്കൊള്ളുന്നില്ല. പങ്കെടുക്കുന്ന നിർബന്ധമില്ല. അപ്പൊ രാവിലെ പെരുന്നാസ്കാരത്തിന് വന്നാൽ ഇനി വരെ ജുമാസ്കാരം നിർബന്ധമില്ല, ളുഹ്റിസ്കരിച്ചാൽ മതി. എന്നാൽ ജുമ നടക്കൽ നിർബന്ധമാണ്, ജുമ ക്യാൻസൽ ആക്കാൻ പറ്റും. എന്താ ചെയ്യലേ, വല്ലാത്തൊരവസ്ഥയാണ്. ഫർളായ ജുമുഅ, ആഴ്ചയിലെ ഏറ്റവും മഹത്തായ ഫർള് നിസ്കാരമാണ് ജുമുഅ. ആ ജുമുഅ പെരുന്നാൾ നിസ്കാരത്തിലാണെങ്കിൽ വേണ്ടെന്നാണ് ഇത്തരം ആളുകളുടെ വിശ്വാസമെങ്കിൽ എത്രത്തോളം അവർ ഫർളിന് പ്രാധാന്യം നൽകുന്നുണ്ട്, അവരും ഇസ്ലാമുമായി എന്ത് ബന്ധമാണ് നിങ്ങൾ ആലോചിച്ച് നോക്ക്. എന്നിട്ട് അവർ കൊണ്ടുവരുന്നൊരു ഹദീസ് ഇതാണ്. ഹബീബുന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുന്നുണ്ട്, ഖദ് ജ്തമഅ ഫീ യൗമികും ഹാദാ ഈദാൻ ഫമൻ ശാഅ അജ്സഅഹു അനിൽ ജുമുഅ. ഇന്ന് നിങ്ങൾക്ക് 2 പെരുന്നാൾ, അത് മദീനയിലെ ഹവാലയിൽ താമസിക്കുന്ന ആളുകളോടാണ് പറയുന്നത്. യഥാർത്ഥത്തിൽ അവർക്ക് ജുമുഅ നിർബന്ധമില്ല, ആ നാട്ടിലേക്ക് വാങ്ക് കേൾക്കുന്നില്ല. അപ്പോൾ വിദൂര ദിക്കുകളിൽ നിന്ന് പെരുന്നാൾ നിസ്കാരത്തിനായിട്ട് മാത്രം വന്ന അവർ, വെള്ളിയാഴ്ചയായിരുന്നു പെരുന്നാൾ. അപ്പൊ മുത്തുനബി അവരോട് പറഞ്ഞു, നിങ്ങൾക്ക് ജുമുഅയെ തൊട്ട് നിങ്ങൾക്ക് ഈ പെരുന്നാൾ നിസ്കാരം മതിട്ടോ, ഇനി അതിനായിട്ട് ഇങ്ങോട്ട് പോരണ്ടെന്ന്. ബഹുമാനപ്പെട്ട ബിഗിയയിലും തുഹ്ഫയിലും അതുപോലെ തന്നെ ഇബ്നു ഹജർ അസ്ഖലാനി തങ്ങളൊക്കെ ഈ ഹദീസിനെ വിശദീകരിച്ചുകൊണ്ട് പറയുന്നുണ്ട്. പക്ഷെ നമ്മളെ ആൾക്കാരുണ്ടല്ലോ, ഏത് ഉള്ളതൊക്കെ ചുരുക്കുന്ന ആൾക്കാർ, അവരിത് നമുക്ക് പറ്റിയ മസാലയാണ്, നമുക്ക് പറ്റിയ ഹദീസാണെന്ന് പറഞ്ഞ് കൊണ്ടുനടക്കുക. ഇന്ന് നിങ്ങൾക്ക് 2 പെരുന്നാൾ, അത് മദീനയിലെ ഹവാലയിൽ താമസിക്കുന്ന ആളുകളോടാണ് പറയുന്നത്. യഥാർത്ഥത്തിൽ അവർക്ക് ജുമുഅ നിർബന്ധമില്ല, ആ നാട്ടിലേക്ക് വാങ്ക് കേൾക്കുന്നില്ല. അപ്പോൾ വിദൂര ദിക്കുകളിൽ നിന്ന് പെരുന്നാൾ നിസ്കാരത്തിനായിട്ട് മാത്രം വന്ന അവർ, വെള്ളിയാഴ്ചയായിരുന്നു പെരുന്നാൾ. അപ്പൊ മുത്തുനബി അവരോട് പറഞ്ഞു, നിങ്ങൾക്ക് ജുമുഅയെ തൊട്ട് നിങ്ങൾക്ക് ഈ പെരുന്നാൾ നിസ്കാരം മതിട്ടോ, ഇനി അതിനായിട്ട് ഇങ്ങോട്ട് പോരണ്ടെന്ന്. ബഹുമാനപ്പെട്ട ബിഗിയയിലും തുഹ്ഫയിലും അതുപോലെ തന്നെ ഇബ്നു ഹജർ അസ്ഖലാനി തങ്ങളൊക്കെ ഈ ഹദീസിനെ വിശദീകരിച്ചുകൊണ്ട് പറയുന്നുണ്ട്. പക്ഷെ നമ്മളെ ആൾക്കാരുണ്ടല്ലോ, ഏത് ഉള്ളതൊക്കെ ചുരുക്കുന്ന ആൾക്കാർ, അവരിത് നമുക്ക് പറ്റിയ മസാലയാണ്, നമുക്ക് പറ്റിയ ഹദീസാണെന്ന് പറഞ്ഞ് കൊണ്ടുനടക്കുക. വെള്ളിയാഴ്ച പെരുന്നാൾ വന്ന ഏതെങ്കിലും ഒന്നേ നമ്മളെ കൊണ്ട് പറ്റുള്ളൂ. പണ്ട് വാപ്പ ഒരു കുട്ടി അറിഞ്ഞില്ലേ, വെള്ളിയാഴ്ചയും ജുമുഅയും കൂടി വന്നിട്ട് വാപ്പ പള്ളിയിൽ പോയിട്ടില്ല, ആ വിഭാഗമാണ്. ഇനി ബാക്കി കേൾക്കി, അത് അങ്ങനെയാണ് എന്ന് ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു അൻഹുവിന്റെ കാലത്തും ഇതുപോലെ സംഭവിച്ചു. ഇമാം ബുഖാരി റിപ്പോർട്ട് ചെയ്യുന്നുണ്ട്. എന്താണ് അതുകൂടി ഒന്ന് കേട്ടോ. മഹാനായ അബൂ ഉബൈദ റളിയല്ലാഹു തആല അൻഹു റിപ്പോർട്ട് ചെയ്യുന്ന ഒരു ഹദീസ്, ഷഹിദ്തുൽ ഈദൈനി മഅ ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു അൻഹു. ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു തആല അൻഹുവിനോട് കൂടെ എനിക്ക് 2 പെരുന്നാൾ കൂടാൻ പറ്റി. വകാന ദാലിക ഫീ യൗമിൽ ജുമുഅ, അത് വെള്ളിയാഴ്ച ദിവസമായിരുന്നു. അങ്ങനെ ഉസ്മാൻ റളിയല്ലാഹു തആല അൻഹു ആ ഖുതുബയിൽ പറയാണ്, യാ അയ്യുഹന്നാസ് ഖദ് ജ്തമഅ ലക്കും ഫീ ഹാദിഹിൽ യൗം ഈദാൻ. പ്രിയപ്പെട്ടവരെ, ഈ ഒരു ദിവസം നിങ്ങൾക്ക് 2 പെരുന്നാൾ വന്നിട്ടുണ്ട്. അതായത് ഒന്ന് വെള്ളിയാഴ്ച എന്നുള്ള, അതും രണ്ടാമത്തത് സാധാ പെരുന്നാളും. അതുകൊണ്ട് വമൻ അഹബ്ബ അൻ യന്തളിറൽ ജുമുഅ മിൻ അഹ്ലി ഹവാലൈ, ഹവാലയിൽ നിന്ന് വന്ന, അതായത് മദീനയിലെ വിദൂര ദിക്കിൽപ്പെട്ട ഒരു സ്ഥലമാണത്. ഒരുപാട് കുന്നുകളും മലകളൊക്കെ കയറി പോകേണ്ട സ്ഥലമാണ്. പെരുന്നാൾ നിസ്കാരത്തിനായിട്ട് മാത്രം അവർ വരുന്നത്. അപ്പൊ ഹവാലയിൽ നിന്ന് ആരെങ്കിലും ഇവിടെ വന്നവരുണ്ടെങ്കിൽ അവർക്ക് ജുമുഅ നിസ്കരിച്ചിട്ട് ജുമുഅ പ്രതീക്ഷിച്ചിരിക്കുകയാണെങ്കിൽ ഫല്യന്തളിർ, അവൻ ജുമുഅ ആഗ്രഹിച്ച് അവിടെ ഇരുന്നോട്ടെ. ഒമൻ അഹബ്ബ അൻ യർജിഅ, ഇനി ആരെങ്കിലും ഇല്ല, പോവാനാണ്, മടങ്ങാണ്, ഇത്രയും നേരം വെയിറ്റ് ചെയ്യാൻ വയ്യ, കാരണം വഴികളൊക്കെ ദുർഘടം പിടിച്ചതാണ്, അതുകൊണ്ട് മടങ്ങാൻ ആർക്കെങ്കിലും ആഗ്രഹം ഉണ്ടെങ്കിൽ ഫഖദ് അദിൻതു ലഹു, ഞാൻ അവർക്ക് സമ്മതം തന്നിട്ടുണ്ട്, പോയിക്കോളി, ഇനി ജുമുഅക്കായിട്ട് നിങ്ങൾ ഇങ്ങോട്ട് വരണ്ട. അപ്പൊ നിങ്ങൾക്ക് എന്ത് മതി, ളുഹർ നിസ്കരിച്ചാൽ മതി, നിങ്ങൾ ജുമുഅ നിസ്കരിക്കണ്ട. യഥാർത്ഥത്തിൽ ഹവാലയിലുള്ള ആ ആളുകൾക്ക് കർമ്മശാസ്ത്രപരമായിട്ട്
അവർക്ക് ജുമാ നിർബന്ധമില്ല. കാരണം അവർ ബാങ്ക് കേൾക്കുന്നില്ല. ബാങ്ക് കേൾക്കുന്നില്ല എന്ന് പറഞ്ഞാൽ തൊട്ടടുത്ത സ്ഥലത്ത് ജുമാ ഇല്ലാത്തവരാണ്. അങ്ങനെയാണ്. ഒരു സ്ഥലത്ത് ബാങ്ക് കേൾക്കുന്നില്ലെങ്കിൽ തൊട്ടടുത്ത സ്ഥലത്ത് ജുമാ നടക്കുന്നുണ്ടോ, അവിടെ ബാങ്ക് കേൾക്കുന്നുണ്ടോ നോക്കണം. അതും ഇല്ലാത്തവരാണ്. അപ്പോൾ വിദൂര ദിക്കുകളിലേക്ക് പോകേണ്ട ആളുകളാണ്. അവരെന്ത് വേണ്ട, വാലയിലേക്കൊക്കെ പോകേണ്ട ആളുകൾ പോയിക്കോളി. ഇനി ജുമാക്കായിട്ട് നിങ്ങൾ ഇങ്ങോട്ട് വരണ്ട. കാരണം നിങ്ങൾ പെരുന്നാൾ നിസ്കാരം കൂടാനായിട്ട് മാത്രം വന്നവരാണല്ലോ. അത്രയും ബുദ്ധിമുട്ടി കഷ്ടപ്പെട്ട് വരണ്ട. ഇതാണ് ആ ഹദീസിന്റെ സാരമെന്ന് പ്രഗത്ഭരായ ബഹുമാനപ്പെട്ട ഇബ്നു ഹജർ അസ്ഖലാനി തങ്ങൾ, അതുപോലെ തുടങ്ങിയിട്ട് ബിഗിയയിലും അതുപോലെ തന്നെ തുഹ്ഫയിലൊക്കെ അങ്ങനെ തുടങ്ങിയിട്ടുള്ള ഫിഖ്ഹിന്റെ നിരവധി ഗ്രന്ഥങ്ങളിൽ ഈ ഹദീസിനെ വിശദീകരിച്ച് പണ്ഡിതന്മാർ പറഞ്ഞിട്ടുണ്ട്. അപ്പൊ നമ്മള് എല്ലാം ചുരുക്കുന്ന ആൾക്കാരില്ലേ, ഓൽക്ക് ഈ ഹദീസാണ് കിട്ടിയപ്പോഴേ ഇതിപ്പോ നല്ല താപ്പാണ്. ഇയാളെ പറയണ വീഡിയോ സുബ്ഹാനല്ലാഹ്, എത്ര പേരുടെ ജുമാ, ഫർലായ ജുമാ നഷ്ടപ്പെടുത്തുകയാണെന്നറിയോ? ഇതിന്റെ ഗൗരവം അവർ മനസ്സിലാക്കുന്നില്ല. നമുക്കൊക്കെ യഥേഷ്ടം സൗകര്യങ്ങളുണ്ട് അല്ലേ, അടുത്തടുത്ത് പള്ളികളാണ്, കാറുണ്ട്, എല്ലാ വാഹനങ്ങളും ഒക്കെ റെഡിയാണ്. ഖുത്ബയിൽ പങ്കെടുത്ത് ജുമാ നിസ്കരിച്ച് അതിനൊക്കെയുള്ള സൗകര്യമുള്ള കാലത്ത് ഇങ്ങനൊക്കെ ആ ഹദീസും പിടിച്ചിട്ട് അത് അവർക്ക് മാത്രമുള്ളൊരു ഇളവാണ്, ഇത് എല്ലാവർക്കുള്ള ഇളവല്ല എന്ന് മനസ്സിലാക്കുക. ഇനി ആ ഹദീസ് തന്നെ മുത്തനബിതങ്ങൾ പറയാണ്, ഞങ്ങളിവിടെ ജുമാ സംഘടിപ്പിക്കുന്നുണ്ട്. അതിന്റെ അർത്ഥം എന്താണ്? അത് ചിന്തിച്ചാ പോരെ. അതിനർത്ഥം ആ ജുമാ നിർബന്ധമാണ്. അപ്പൊ അവിടെയുള്ള ആളുകൾ അത് സംഘടിപ്പിച്ചിട്ട് നിസ്കരിക്കുന്നുണ്ട് എന്നർത്ഥം. പിന്നെ മുജ്മിഅ എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം അതാണ്, ഞങ്ങൾ ജുമാ നിസ്കരിക്കുന്നുണ്ട്, നിങ്ങൾ ദൂര ദിക്കുന്ന് വന്നതാണ്, അതുകൊണ്ട് നിങ്ങൾക്ക് ഇളവുണ്ട്. അതാണ് ആ പറഞ്ഞതിന്റെ അർത്ഥം. അതുപോലും ചിന്തിക്കാൻ ഈ നാടനായി എനിക്ക് ചിന്തിക്കാൻ കഴിഞ്ഞെങ്കിൽ പിന്നെ ഇപ്പൊ എന്താ നിങ്ങളൊക്കെ അവസ്ഥ എന്ന് ആലോചിച്ചു. അല്ലാഹു തആല കാക്കട്ടെ അല്ലേ. പൊന്നാര ചങ്ങായിമാർ, അതൊന്നും ഒരു ഇളവല്ല. നിസ്കാരം നിർബന്ധമാണ് ജുമാ.